നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ശാരദാമ്മ എവിടെ? ശാന്തേ, കുറുപ്പ് സാറിന് അറിയാലോ ശാരദാമ്മയുടെ പ്രാർത്ഥനയുടെ കാര്യം. ശാരദാമ്മ വിശ്വസിക്കുന്ന ദേവി ഒരു സ്വപ്നം നിറവേറ്റി കൊടുത്ത ദിവസമല്ലേ ഇന്ന്. പറഞ്ഞാലും തീരുവോ നന്ദി. അതെ. എന്റെ ഭഗവാനെ, നന്ദി നന്ദി നന്ദി. ഇനി നീ എന്റെ ജീവൻ എടുത്താലും വേണ്ടില്ല. എന്റെ ആഗ്രഹം, പ്രാർത്ഥന എല്ലാം നിറവേറ്റി തന്നില്ലേ. 25 വർഷം മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിലാ ഞാനിപ്പോ നിൽക്കുന്നത്. അതിനുള്ള ഭാഗ്യം നീ എനിക്ക് തന്നല്ലോ ഭഗവാനെ. അതിനു പകരം ഞാൻ എന്ത് തന്നാലാ ആ കടം വീടുക? എന്റെ ജീവൻ കൊണ്ടുപോലും ആ കടം വീട്ടാനാവില്ല. അല്ല കുറുപ്പ് സാറേ, കളക്ടർക്ക് പ്രത്യേക ബംഗ്ലാവൊക്കെ ഉണ്ടെന്നാ കേട്ടിട്ടുള്ളത്. ശാലിനിമോക്ക് ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? എടോ, ആ സൗകര്യങ്ങളൊന്നും വേണ്ടാന്ന് സർക്കാരിന് എഴുതി കൊടുത്തിട്ടാ ശാലിനി ഇങ്ങോട്ട് വരുന്നത്. ഈ വീട്ടിൽ തന്നെ താമസിച്ചോളാമെന്ന്. അല്ല കുറുപ്പ് സാറേ, തനിക്ക് ഇനിയും എന്താ സംശയം? ഒരു സംശയം കൂടി ഉണ്ട് കുറുപ്പ് സാറേ. കുടുംബശ്രീ ഹോട്ടൽ ഇനി ഉണ്ടാവോ? അതെന്താ തനിക്കിപ്പോ അങ്ങനെ ഒരു സംശയം? ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടിന് മുന്നിൽ അമ്മയൊരു ചായക്കട നടത്തുന്നത് കുറച്ചില്ലല്ലേ സാറേ? വേണ്ടാത്ത പറഞ്ഞു ബാക്കിയുള്ളവരുടെ കഞ്ഞികൂടി മുട്ടിക്കല്ലേ ശങ്കരേട്ടാ. ഇതേ ചായക്കട എന്നുള്ള വരുമാനം കൊണ്ടല്ലേ ശങ്കര ശാലിനി പഠിച്ചതും ഈ നിലയെ വരെ എത്തിയതും? അവക്കതൊരു കുറച്ചിലായിട്ട് ഒരിക്കലും തോന്നില്ല. ഞാൻ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി കൂടി ചോദിച്ചതാ സാറേ. ശാലിനി മോളാണോ? അതെ, ശാലിനിമോള് തന്നെയാ. ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. മോളെ, നീ ഒരുപാട് വളർന്നു വലുതായതുപോലെ. അമ്മേക്കാൾ പക്വതയും പാകവും ഒക്കെ വന്നതുപോലെ. 6 വർഷങ്ങൾ കടന്നുപോയില്ലേ അമ്മേ? നീ വേറൊരാളായതുപോലെ എന്റെ കുഞ്ഞ്. അമ്മേ, അമ്മയുടെ പഴയ ശാലിനി ഉള്ളിലുണ്ട്. അതിനു മുകളിലുള്ള ഒരു ആവരണ അമ്മയടക്കമുള്ള എല്ലാവരും കാണുന്നത്.
ഉള്ളിലുള്ളത് പുറത്തെടുക്കാൻ വയ്യ. ശരീജി, രാജീവ് സാറിന് സുഖമല്ലേ ശരീജി? ആ, കാനഡയിൽ ജോലിയായി പോയ വിവരം പറഞ്ഞിരുന്നില്ലേ അമ്മ? ഇടയ്ക്ക് വരും. അമ്മയും അമ്മാവനും ഒപ്പമുണ്ട്. ശാന്തേച്ചി, ആ, മോളെ മോളെ ദേ കുറുപ്പ് സാറ്. ആദ്യമേ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ വാങ്ങേണ്ടിയിരുന്ന സാറിന്റെ അടുത്തുനിന്നല്ലേ? സാറ് കാരണമല്ലേ മോളിപ്പോ ഈ നിലയിലെത്തിയത്? അത് തോന്നലാ ശാരദാമ്മേ. അധ്യാപകർക്ക് ഒരു വഴി കാട്ടിക്കൊടുക്കാവുന്നേ ഉള്ളൂ. ഒരു ടീച്ചർക്ക് ഒരിക്കലും ഒരമ്മയ്ക്ക് പകരമാവാൻ കഴിയില്ല. അമ്മയ്ക്ക് പക്ഷെ ഒരു നല്ല ടീച്ചർ ആവാൻ കഴിയും. അവർക്ക് മുന്നിൽ നല്ലൊരു പാഠം. ഏത് ടീച്ചറെക്കാളും വലുതാ ശാരദാമ്മ എന്ന പാഠം. ആ, ഇത്രയും കാലം പിടിച്ചു നിന്ന് എങ്ങനെയാന്ന് എനിക്ക് മാത്രമേ അറിയൂ കുറുപ്പ് സാറേ. കാറും കോളും കടലും ഒക്കെ എരുമ്പേ വന്നപ്പോഴും പിടിച്ചു നിന്നതാ കുടുംബശ്രീ. നീണ്ട 25 വർഷം. ഇനിയിപ്പോ ഇത് കടലെടുത്ത് പോയാലും ശാരദയ്ക്ക് സങ്കടമൊന്നുമില്ല. ഇത്രയും കാലം ദൈവമായിട്ട് പിടിച്ചു നിർത്തിയില്ലേ? കടലെടുത്ത് പോവൊന്നുമില്ല ശാരദാമ്മേ. ശാരദാമ്മ ഈ നാടിന് മാതൃകയായിരുന്നെങ്കിൽ ഇനി ഈ ജില്ല ഭരിക്കാൻ പോകുന്നത് ശാലിനിയാ. ഇനി ഈ കൈകളിൽ സുഭദ്ര, കുടുംബശ്രീയും നമ്മുടെ നാടും എല്ലാം. ശരിയാ കുറുപ്പ് സാറേ. ശാരദ ഇല്ലെങ്കിലും ഇനി ഈ നാടും വീടും ഒക്കെ ദേ ഇവളെ കാത്തോളൂ. അമ്മേ, ഈ സമയത്ത് അശുഭമായതൊന്നും പറയല്ലേ അമ്മേ. അതല്ലടി. ശാരദാമ്മ അങ്ങനെ പറഞ്ഞതല്ല ശാലിനി. എപ്പോഴും പഴയ തലമുറയെക്കാളും മിടുക്കരും സമർത്ഥരും പുതിയ തലമുറയായിരിക്കും. അവര് നേതൃത്വത്തിലേക്ക് വരുമ്പോ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നാടിനും വീടിനും അതെല്ലാം ഗുണമേ ചെയ്യൂ. നല്ലതേ നടക്കൂ കുറുപ്പ് സാറേ. അല്ല മോളെ, അവള് ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റ് അടക്കം കുറെ മണിക്കൂർ തുടർച്ചയായ യാത്രയായിരുന്നില്ലേ അമ്മേ? അതുകൊണ്ട് അവളെ ഗസ്റ്റ് ഹൗസിലാക്കിയിട്ടാ ഞാൻ ചാർജ് എടുക്കാൻ പോയത്. അയ്യോ, അപ്പൊ നീ അവളെ കൊണ്ടുവന്നില്ലടി? കൊണ്ടുവന്നമ്മേ. നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം കാറിനുള്ളിൽ ഇരിക്കട്ടെ എന്ന് കരുതി. മോളെ സത്യഭാമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.